ഞാൻ പിന്നെ കുറച്ചുകൂടെ ഒരു നമ്മൾ ഈ സിനിമയുടെ ഫെയിമിനേക്കാളും ഉപരി ഞാൻ ഈ ആർട്ട് പഠിക്കുക, ഇതിനെ പെർസ്യൂ ചെയ്യുക എന്നൊക്കെ ഉള്ളായിരുന്നു എൻ്റെ കുറച്ചുകൂടെ മീറ്ററുകൾ. ഫിലിം ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യുക അങ്ങനെയൊക്കെയായിരുന്നു. ഞാൻ എന്നെ കുറച്ചുകൂടെ സീരിയസ് ടോണിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അച്ഛൻ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. ഇവൻ ഈ പറയുന്ന ജുബയിട്ട് ബീഡിയും വലിച്ച് അതെ ആ ബുദ്ധിജീവി സെറ്റപ്പിലേക്ക് ഫാമിലി ഒന്നും ഇല്ലാതെ ഒരു തരത്തിലും ഇതുണ്ടാവാതെ കംപ്ലീറ്റ്ലി ഡിസ്കണക്ട് ചെയ്ത് പോകുന്നുള്ളൊരു പേടി. അത് എൻ്റെ അടുത്ത് പങ്കുവെച്ചിട്ടില്ല. ഞാൻ സിനിമയിൽ കയറി സക്സസ് ആയി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ അച്ഛൻ കൺസേൺ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ അമ്മയും അച്ഛനൊന്നും അങ്ങനെ നീ എന്തായി കാണിക്കുന്നത് അങ്ങനെയുള്ള ഒരു യാതൊരു പരിപാടിക്കും നമുക്കില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അനിയത്തിയുണ്ട്. അപ്പൊ അവളും ഈ പറയുന്ന പോലെ ഭയങ്കര സപ്പോർട്ട് ഉണ്ട്. എന്നെക്കാളും ആദ്യം ജോലി കിട്ടിയതും ഒക്കെ അനിയത്തിക്കാണ്. പിന്നെ അതാ ഞാൻ അതുകൊണ്ടാണ് ജോലിയുടെ കാര്യമൊക്കെ പറഞ്ഞത്. അപ്പം അനിയത്തിയും ഒക്കെ നമ്മളെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഒരു തരത്തിലും നമ്മൾ പ്രത്യേകിച്ച് അവർക്ക് അറിയാം ഇത് നമ്മളൊരു ആർട്ട് പെർസ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതിന് ഡിഫിക്കൽട്ടീസ് നോക്കുക. അപ്പൊ ഇതൊന്നും ഈ പറയുന്ന പോലെ ഇതൊന്നും അറിയാതെ വളർത്തിയതാണല്ലേ എന്നുള്ളൊരു ഭയങ്കര അതൊരു പ്രിവിലേജ് ആണ്, അല്ലെങ്കിൽ ഒരു ഭാഗ്യമാണത്. അതങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. കാരണം നമ്മളിങ്ങനെ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ പറയുന്നത് ഞാനിങ്ങനെ ആലോചിക്കും നമ്മൾ എത്രത്തോളം പ്രിവിലേജ്ഡ് ആയിരുന്നു എന്നുള്ളത്. ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട്